അപ്പോൾ ഇത് നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് ഷെയർ ചെയ്തിട്ടുള്ള HBL പവർ സിസ്റ്റത്തിൻ്റെ ചാർട്ട് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബ്രേക്ക് ഔട്ടിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി നമ്മളിത് പറഞ്ഞായിരുന്നു, പല ചാർട്ടുകൾ നമ്മളങ്ങനെ പറയും. അപ്പോൾ നമ്മളിത് 2007 സംതിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നൊരു ചാർട്ടാണ്. ഇപ്പോൾ ഞാനത് പെട്ടെന്ന് പറയാം കാര്യങ്ങളൊക്കെ. ചാർട്ട് ബ്രേക്ക് 2007 സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഒരു 5 റെസിസ്റ്റൻസിനടുത്ത് വന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, 5 റെസിസ്റ്റൻസിനടുത്ത് വന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് താഴെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണ്, അതൊക്കെ കഴിഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത്, അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ നമ്മുടെ സബ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഈ ചാർട്ടെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ യൂട്യൂബിനകത്ത് വരും. അപ്പം സബ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ വരും. കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കണ്ടിട്ടില്ലാതെ സബ് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഞാനത് ഷെയർ ചെയ്തായിരുന്നു. ഒരിക്കലും ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരും നമ്മളിപ്പം എപ്പോഴും കോൾസ് വരുന്നു എന്ന് പറഞ്ഞ് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറരുത്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണെന്ന് കിട്ടത്തില്ല. കാര്യം കോൾസിന് വേണ്ടിയിട്ടല്ല, പഠിക്കണമെന്നാകില്ല. ഇപ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ എല്ലാവരും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പലരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതൊരിക്കലും പ്രീമിയം ഗ്രൂപ്പോ പൈസ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പോ ഒന്നുമല്ല. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എപ്പോൾ വേണേൽ വരാം, ഓൾവേസ് വെൽക്കം. അപ്പം നമ്മൾ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ബ്രേക്ക് ഔട്ട് ഒന്നുകൂടെ കാണാം. അപ്പം ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാം, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെ താഴെ കണ്ടോ നല്ല വോളിയം ഉണ്ട്. അപ്പം നമുക്കൊരു എൻട്രി നമുക്കവിടെ കയറായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ടുള്ളവർക്കൊക്കെ നല്ല രീതിക്ക് മൂവ്മെൻറ്റ് 2023 സംതിങ്ങിലാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് കാണാം 2023 സംതിങ് കയറി 2024 വരെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ എന്തോരം പ്രോഫിറ്റ് കിട്ടിയെന്ന് കണ്ടോ. അപ്പം ഒരു ചാർട്ടിൽ ഒരു എൻട്രി അല്ല, പല എൻട്രികൾ വരുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് പുതിയൊരു എൻട്രി വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു പുതിയൊരു ചാനൽ നമ്മൾ വരച്ചിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ചാർട്ട് ഏതാണ്ട് ഈ ഒരു ഏരിയയിലായപ്പോഴത്തേക്കാണ് നമ്മളത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ചുമ്മാ ജസ്റ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി 2 ദിവസം കൊണ്ട് തന്നെ ഇത്രയൊരു മൂവ്മെൻറ്റ് കിട്ടി. ഇന്നൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. കണ്ടോ, ആ ഒരു അറൗണ്ട് ആ ഒരു രീതിക്ക് എടുത്ത് തന്നെ നല്ല രീതിയിൽ പൈസ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, എൻട്രി എടുത്തിട്ടുള്ളവർക്ക്. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഈ ഒരു ലൈനാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു റെസിസ്റ്റൻസ് ആണ്. അത് എങ്ങനെ റെസിസ്റ്റൻസ് വന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ഒരു ലൈൻ തന്നെ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ അവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നിലവിൽ ഡെയിലിയിലോട്ട് തന്നെ വരാം. ഈ ഒരു ചാർട്ടിൽ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഇവിടെ ഇങ്ങനെ പെതുക്കെ നിന്നിട്ട് ഇവിടുന്ന് ബ്രേക്ക് ആകാനാണ് ചാൻസേ പറയുന്നുള്ളൂ, 100% അല്ല പറയുന്നത്. എപ്പോഴും നമുക്ക് ഫോർകാസ്റ്റിംഗ് വളരെ ഒരു പരിധി വരെ ഒരു ഷോർട്ട് ടൈം രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചില അനാലിസിസ് ഒരു ഫോർകാസ്റ്റിംഗ് അത് 100% അല്ല, ഒരു 70% 80% നമുക്ക് പറയാം. അപ്പം ഇവിടെ റെസിസ്റ്റൻസ് അടിച്ചിട്ട് റിവേഴ്സിൽ വരാനുള്ളൊരു ചാൻസും ഉണ്ട്. ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കണം, പിന്നെയും തിരിച്ച് വരണം, ഇങ്ങനെ വന്നിട്ട് നമുക്ക് നോക്കാം. മനസ്സിലായോ? ഇവിടെ നമുക്ക് ഹോപ്പ് വെക്കാം, കാരണം പ്രതീക്ഷിക്കാം അതായത് ഇപ്പം ബ്രേക്ക് ആകുമോ എന്നുള്ളൊരു കാര്യത്തിൽ. അത് നമ്മളെല്ലാം പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളത് നോക്കണം. അപ്പം പിന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ എത്ര മൂവ്മെൻറ്റ് കിട്ടുമെന്ന് കണ്ടോ. ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ നല്ല രീതിക്ക് എത്ര പോയിൻ്റ് കയറുന്നെന്ന് കണ്ടോ, പെർസെൻറ്റേജിന് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു മൂവ്മെൻറ്റ് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നാൽ പിന്നുള്ളൊരു പോക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും പിന്നൊരു മൂവ്മെൻറ്റ് നമുക്ക് വരുന്നത് കണ്ടോ. അപ്പം ആ ഒരു മൂവ്മെൻറ്റ് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയേക്കും. അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നല്ല രീതിക്ക് മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സജഷൻസ് വരുന്നുണ്ടായിരിക്കും, കാരണം യൂട്യൂബിൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് പോസ്റ്റ് ചെയ്യും. പിന്നെ ടെലിഗ്രാമിൽ നമ്മളിടും. ഞാൻ പറഞ്ഞു ടെലിഗ്രാമിനകത്ത് നമ്മൾ പഠിക്കണമെന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ 10-20 പേരൊക്കെ ഉള്ളൂ. പക്ഷേ ഉള്ളവർക്കാണെങ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാം. കാരണം അവർ നല്ല രീതിക്ക് അറ്റ്ലീസ്റ്റ് അവർ ചാർട്ടൊക്കെ വരയ്ക്കാൻ വേണ്ടി നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. നമ്മളെക്കൊണ്ട് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സന്തോഷം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടട്ടെ. കാരണം നമുക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ അറിവുകൾ മാക്സിമം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിലാണല്ലോ ഒരു സന്തോഷമുള്ളത്. അപ്പോൾ നമുക്കിതിനകത്തറിയാം ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഒന്നുകിൽ ആ ഒരു അവിടെ വരെ നമുക്കൊരു ടാർഗറ്റ് വെക്കാം. അതിൽ കൃത്യം അവിടെ ഒരു 100 രൂപ എന്നാണെങ്കിൽ 100 രൂപയിലെ റെസിസ്റ്റൻസ് കിടക്കുന്ന നമുക്കൊരു 95 വരെയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് വെക്കാം. ഇവിടെ നിന്നൊരു താന്ന് വന്നിട്ട് ഇവിടെ വരുവാണെങ്കിൽ നമുക്കത് പിന്നെ നമുക്കൊരു പുതിയൊരു എൻട്രി എടുക്കാനുള്ളൊരു ചാൻസാണ്. ഇവിടെ സപ്പോർട്ട് എടുത്താൽ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ പിന്നെ താഴോട്ട് പോകും. അപ്പം നമുക്ക് ഇവിടെ ഒരു എൻട്രി വേണമെങ്കിൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് പുതിയൊരു എൻട്രി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്കത് അക്യുമുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം.
പിന്നെ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ കിട്ടിയാൽ വളരെ സന്തോഷം. കാര്യം നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കട്ടെ, എല്ലാവർക്കും പൈസ കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. അല്ലാതെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും മറ്റൊരാൾക്ക് പ്രോഫിറ്റ് കിട്ടരുതെന്നല്ലല്ലോ. എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടണം, ചാർട്ടുകൾ അല്ലെങ്കിൽ ഷെയറുകളെല്ലാം നല്ല രീതിക്ക് പെർഫോം ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് എന്താണ് പറയേണ്ടത്, ഇപ്പം ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ, ഒരു സൈക്കോളജിക്കൽ ഫാക്ട് എന്നുള്ള രീതിയിലൊരു വീഡിയോ ചെയ്യണമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇങ്ങനൊരു ഷെയർ കണ്ടു, ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഹുഡ്കോ ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് ഔട്ട് ഏരിയയിലോട്ട് എത്തുന്നു. കാരണം അതൊക്കെ മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല പിറ്റി എഞ്ചിനീയറിംഗ് പോലത്തെ ചാർട്ടൊക്കെ എല്ലാം നമ്മൾ ബ്രേക്ക് ഔട്ടിന് മുമ്പ് തന്നെ നമ്മളത് ഫോർകാസ്റ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പം വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരുപാട് പേർക്ക് നല്ല അറിവുകൾ കിട്ടുന്നുണ്ടെന്നുള്ളത് ഒത്തിരി പേര് മെസ്സേജൊക്കെ അയക്കുന്നതിൽ വളരെ സന്തോഷം. പിന്നെ പലപ്പോഴും നമ്മളിപ്പം എങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ടിൻ്റെ ഒരു ലോജിക്ക് എന്താണ്, ആ ഒരു എൻട്രിയുടെ കാര്യം മുമ്പ് സജസ്റ്റ് ചെയ്തെന്നും എങ്ങനെയാണ് ഇപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇത്ര പെർസെൻറ്റ് അടുത്ത് തന്നെ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായി? അപ്പം നിങ്ങളുടെ ടാർഗറ്റ് എത്തിയെങ്കിൽ വിറ്റ് കളയുക. നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഒന്നുകിൽ നമ്മളിപ്പോൾ ഡെയിലി ഞാൻ പിന്നെ എടുത്ത് കാണിക്കുന്നില്ല, ഒരു സ്വിംഗ് ലോയിലോ അല്ലെങ്കിൽ ഈ ഒരു ലൈന് താഴെയൊക്കെ വെക്കാം. കാര്യം നമുക്കിപ്പം 100% അല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് ഒരു റിവേഴ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് മറ്റേ തിരിച്ചാ റെസിസ്റ്റൻസ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പോവുമോ അല്ലെന്നുണ്ടെങ്കിൽ ലോക്കായി കിടക്കുകയോ ചെയ്യരുത്. സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇറക്കി കൊണ്ടുവരരുത്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളാണ്. ഞാനിപ്പം പല ബുക്കിലും വായിക്കുമ്പോഴത്തേക്ക് പല മിസ്റ്റേക്കുകൾ ഞാൻ ചെയ്ത കാര്യങ്ങളും എല്ലാം നമുക്കതെല്ലാം വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം പലർക്കും ഇപ്പം എല്ലാ വീഡിയോയും എല്ലാ ഈ ബുക്കും കുത്തിയിരുന്ന് വായിക്കാനുള്ള സമയമില്ലാത്തവർ കാണും, ബുക്ക് വായിക്കാൻ താല്പര്യമില്ലാത്തവർ കാണും. പിന്നെ എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് വായിക്കുന്നത്. ഞാൻ ബുക്ക് വായിക്കുന്ന ഒരാളല്ല, പക്ഷേ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വായിക്കുന്നതേ ഉള്ളൂ. അപ്പം അതുപോലും താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ചില കാര്യങ്ങൾ കേൾക്കാൻ നേരത്ത് നമുക്ക് തോന്നും, ചില സൈക്കോളജിക്കൽ ഫാക്റ്റ് അങ്ങനത്തെ കാര്യം പറയുമ്പോഴേക്ക് നമ്മളത് ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മുമ്പ് പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇനിയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത് കേൾക്കാൻ നേരത്ത് നിങ്ങൾക്ക് തോന്നും ഇത് ചെറിയൊരു കാര്യമല്ലെന്ന്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഏത് രീതിയിൽ നിങ്ങളുടെ ട്രേഡിങ്ങിനെ ബാധിക്കുന്നുണ്ട്. പലരും കമൻറ്റായിട്ട് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ബ്രോ പറഞ്ഞ പോലെ തന്നെയാണ് അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. അപ്പം അതിലൊക്കെ ഒരുപാട് പേര് ചേഞ്ച് വരുത്തിയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പം എൻട്രിയൊക്കെ കൃത്യമായിട്ട് നോക്കി വ്യൂ പോയിൻ്റ് അടുത്ത് കിട്ടിയാൽ എടുക്കുക. അവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ്. അപ്പം തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് വരെ നമുക്ക് മിനിമം ടാർഗറ്റ് വെക്കാം. എത്ര രൂപ എന്നൊന്നും പറയുന്നില്ല. അത് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് ലോങ് ടൈമിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി. റിവേഴ്സിൽ വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, റിവേഴ്സിൽ വന്നാൽ ഇതാണ്ട് ഇവിടെ നിന്ന് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലൈനിലോട്ട് പോകും. അവിടെ പിന്നെ നമുക്ക് പിന്നത്തെ എൻട്രിയൊക്കെ പിന്നത്തെ കാര്യം. അപ്പം തൽക്കാലം ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ കയറുക, ധൈര്യത്തോടുകൂടി കയറുക. അപ്പം നിങ്ങൾ ആലോചിക്കുക, നല്ലൊരു എൻട്രി കിട്ടുന്നുണ്ടോ, നിങ്ങൾ പ്രൈസ് ആക്ഷനൊക്കെ ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ സബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തവർ, എൻട്രി കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട. ഇനി ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്, സൈക്കോളജി വീഡിയോസ്, ചാർട്ടിൻ്റെ വീഡിയോസ്, അങ്ങനത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഒരുപാട് സമയം കൊണ്ടുപോകണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പം സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല പറയുന്നത്. അപ്പം വീണ്ടും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോകും. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ആ ഒരു രീതിയിൽ നമുക്കൊരു സന്തോഷം കൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളത് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സമയം ചിലപ്പോൾ 10 മിനിറ്റൊക്കെ ചിലപ്പോൾ ആകുന്നതില്ല. 10 മിനിറ്റൊക്കെ ഞാൻ ചിലപ്പോൾ നീണ്ട വീഡിയോസ്, കാരണം ഓൾറെഡി ഞാൻ മണിക്കൂറുകൾ വീഡിയോസ് ചെയ്യാറില്ല. മാക്സിമം ഒരു 15 മിനിറ്റ് അല്ല ഈ താഴെ ചെയ്യാറുള്ളൂ. ചിലതൊക്കെ 6 മിനിറ്റൊക്കെ പോകാറുള്ളൂ. അപ്പം നിങ്ങളതെല്ലാം ക്ഷമിച്ച് തന്നെ കാണുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. പുതിയതായിട്ടുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർമാർക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ വെച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് മാക്സിമം വീഡിയോസിനകത്ത് പറയാറുള്ളത്. അപ്പം അതും പറഞ്ഞ് ഞാൻ പിന്നെയും കുറച്ചുകൂടെ സമയം കളഞ്ഞു. ഓക്കെ, അപ്പം ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.